4000-ഓളം ജോലിക്കാർ 8 വർഷം ദിവസവും ജോലിയെടുത്ത് നിർമ്മിച്ച ഒരു കോട്ടയുണ്ട് നമ്മുടെ രാജ്യത്ത്. ഏതാന്നല്ലേ? ആഗ്ര കോട്ട. കാഴ്ച കാണാം. 50 രൂപയുടെ ടിക്കറ്റ് എടുത്താണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ളവര് ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. മാത്രമല്ല സാമ്രാജ്യത്തിന്റെ വലിയ ഖജനാവും ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോ തന്നെ അനുഗ്രഹത്തിന്റെ മഴ കിട്ടി. അല്ലെങ്കിലും നല്ലൂരിലൊടുത്തല്ലേ പറക്കത്തുണ്ടാവുള്ളൂ. പല രാജാക്കന്മാരുടെയും പല നിർമ്മിതികൾ ഇവിടെ ഉണ്ട് കേട്ടാ. താജ്മഹൽ കഴിഞ്ഞ ആഗ്രയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടാ. തന്നെയുമല്ല ഷാജഹാൻ ചക്രവർത്തിയെ അവസാനം വീട്ടുതടങ്കലിലാക്കിയതും ഇക്കാണുന്ന കോട്ടയെ തന്നെയാണ് കേട്ടാ. താജ്മഹലിന് ഇങ്ങോട്ട് 2.5 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇവിടുന്ന് നോക്കിയാൽ നല്ല ഭംഗിയായി താജ്മഹൽ കാണാം. രജപുത്ര രാജാക്കന്മാരുടെ കയ്യിലായിരുന്നപ്പോ ബദൽഘട്ട് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതും ഔദ്യോഗിക വസതിയായതും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിന്റെയും എല്ലാം ചരിത്രം പറയാനുണ്ട് ആഗ്രകോട്ടക്ക്. മാത്രല്ല എങ്ങേമാരെ, ചരിത്രം പറഞ്ഞത് കണ്ടാലുണ്ടല്ലോ നമ്മൾ ചുമ്മാ അങ്ങനെ നടന്നേച്ചാ മതി. അതൊക്കെ ഇപ്പൊ നടക്കുന്നത് പോലെ തോന്നും. ഒരുപാട് ചരിത്രം പറയാനുണ്ടെന്നേ, കേൾക്കാൻ നമ്മളുണ്ടായാ മതി.